ഉപ്പുമുളകിലെ തമിഴത്തിയെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ആളുകൾ തിരിച്ചറിയുന്നുണ്ട്, ആ തമിഴത്തിയെ സ്നേഹിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള അത്തരം കഥാപാത്രങ്ങളെയും പലരും തിരിച്ചറിയുന്നുണ്ട്. ആ കഥാപാത്രങ്ങൾ അവരിലേക്ക് ആവാഹിക്കപ്പെടുന്നുണ്ട്. അതാണ് എന്നെ പോലുള്ള ഒരു ഗൃഹനാഥനെ പോലുള്ള ആളുകൾക്കുള്ള സാധാരണ ഭീഷണി എന്ന് പറഞ്ഞാൽ ഇത്തരം താങ്കൾക്ക് മെയിൻ ആയിട്ട് താങ്കളുടെ ഭാര്യ സീരിയൽ കാണുന്നുണ്ടാവുമല്ലോ. വീട്ടിൽ അങ്ങനെ ഞങ്ങൾ ഈ പ്രൈം ടൈം ന്യൂസിലെ സീരിയൽ വീട്ടിൽ കാണാറില്ല. അത് ഒരു പക്ഷേ കൊച്ചുങ്ങൾ മോൻ കോളേജിലും മോള് സ്കൂളിലും പോയി കഴിയുമ്പോൾ വൈഫിന് കാണണം തോന്നിയാൽ രണ്ടാമത് കാണാൻ പറ്റും. അത് കാണാൻ തീർച്ചയായിട്ടും ഉണ്ട്. അത് കാണാൻ പിന്നെ നമ്മൾ അങ്ങനെ തീർച്ചയായിട്ടും ഉണ്ട്. അതിനൊന്നും നമ്മൾ ബാൻ ചെയ്തിട്ടില്ല. രണ്ടാമത് ഇനി മോള് തിരിച്ചു വരുമ്പോൾ കാണുന്ന ഒരിക്കലും നമ്മൾ അത് ശരിയും തെറ്റും പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ഗൃഹനാഥനാണ് ഞാൻ. ഇത് എല്ലാ വീട്ടിലും അങ്ങനെ ആവണമെന്നില്ല സാറേ, പറഞ്ഞ് മനസ്സിലായി. എന്നിട്ട് മോള് വന്നാൽ കാണുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഉപ്പുമുളകം. എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ പറ്റിയ കുടുംബ സീരീസ് ആണ്, അത് കാണുന്നുണ്ട്. അപ്പൊ ഇത് ഈ പറയുന്നത് ആ കഥാപാത്രത്തെ പൊതുജനങ്ങൾ അങ്ങനെ സ്വീകരിക്കും പോലെ ഈ പറയുന്ന ദുഷ്ട കഥാപാത്രങ്ങളിലേക്ക് ചില കഥാപാത്രങ്ങൾ ചിലരിലേക്ക് ആവാഹിക്കപ്പെടുന്നു എന്നുള്ളതാണ് ശരിക്കും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ നിങ്ങളോടുള്ള ആരോപണം. ഇതിന് പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ചേട്ടന്റെ അഭിപ്രായത്തിൽ സീരിയലുകളിൽ ദുഷ്ട കഥാപാത്രങ്ങൾ പാടില്ല എന്നാണോ? അല്ല, ചെയ്യാൻ പാടില്ല. എല്ലാ സിനിമയിലും എനിക്കൊന്നും എല്ലാ മര്യാദക്കാരും ഉണ്ട്. അത് ജീവിതസ്പർശമായ ജീവിതഗന്ധികളായ കഥകൾ പറയാം. നമുക്കറിയാം ഇതിനകത്ത് ദുഷ്ടന്മാരും എല്ലാം, ഒരു കാട്ടിലെ സിംഹവും ഉണ്ട്, കുറുക്കനുണ്ട്, നരിയുണ്ട്, എല്ലാവരും വാഴുന്നുണ്ട്. ഇതെല്ലാം ഉണ്ട്. ഇതിലെല്ലാം സ്വീകരിക്കാൻ ഞങ്ങൾ പ്രേക്ഷകർ തയ്യാറുമാണ്. പക്ഷെ അത് ആ ഒരു പീരീഡ് കൊണ്ട് ആ നിർമ്മാണം ചെയ്യുന്ന അവസാനിപ്പിച്ച് അവിടെ പോവുകയാണ്. എല്ലാ സിനിമയിലും വില്ലന്മാരുണ്ട്. ആ വില്ലന്മാരെ അടിച്ചമർത്തി നശിപ്പിക്കുക വലിയ സന്ദേശം നൽകിയാണ്. അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ലോകമുണ്ടായ നാള് മുതല് ഈ ദുഷ്ട കഥാപാത്രങ്ങളും നല്ല കഥാപാത്രങ്ങളും നിങ്ങൾ രാമായണവും ആ മഹാഭാരതവും നോക്കിക്കേ, ഉണ്ടല്ലോ. അത് തന്നെയല്ലേ ഇപ്പൊ പിന്തുടരുന്നത്? അല്ലല്ല, അത് തന്നെയാണ് ഇപ്പോഴും പിന്തുടർന്നോട്ട് പോകുന്നത്. അവസാനം വരെ കാണിക്കാനുള്ള ഒരു വികൃതയുടെ പുറത്താണ്. രാത്രി ഉണ്ടോ പകലുണ്ടോ പറഞ്ഞു കൊടുക്കേച്ചി? അല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മള് ആ പഴയ ആ കഥാപാത്രങ്ങൾ അത് തന്നല്ലേ നമ്മൾ ഈ ആ കഥയല്ലേ പിന്തുടർന്ന്? ആകപ്പാടെ ഒരു 2 കഥയേ ഉള്ളു ഇവിടെ. വെറും 2 സീരിയലുകൾ മാത്രമാണോ ഇത്തരം കഥാപാത്രങ്ങൾ ഉള്ളത് കേരളത്തില്? ഈ പറയുന്ന രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥാപാത്രങ്ങളെയും മോശം കഥാപാത്രങ്ങളെയും നമുക്കറിയാം. നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാണ് നിങ്ങൾ കഥാപാത്രങ്ങളായിട്ട്. അങ്ങനെ വരുമ്പോ നിങ്ങൾ ഈ ദുഷ്ട കഥാപാത്രങ്ങൾ വന്നിട്ട് തൊട്ടപ്പുറത്ത് മരുമകളെ കൊല്ലാൻ വേറൊരു സ്ത്രീയെ വിളിച്ചിട്ട് കൊട്ടേഷൻ കൊടുക്കുന്ന തരത്തിലുള്ള കഥകള് നമ്മുടെ ഈ ദുഷ്ട കഥാപാത്രങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നില്ലേ? ദുഷ്ട കഥാപാത്രങ്ങളെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രേക്ഷക കുടുംബത്തിലേക്ക് നിങ്ങൾ സ്വാധീനം ചെലുത്തുന്നു. ഇതാണ് എന്റെ ആരോപണം. ഒരു കഥയാക്കിയാലേ അത് കൊറേ പോകും, 2 എപ്പിസോഡ് തീരൂല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.